കോഴിക്കോട്ടെ പ്രശസ്തമായ മിഠായി തെരുവിലെ കാഴ്ചയാണിത്. ലോകത്തൊരിടത്തും നിങ്ങൾക്ക് ഇതുപോലൊരു കാഴ്ച കാണാൻ സാധിച്ചെന്നു വരില്ല. മിഠായി തെരുവിലെ കോർട്ട് റോഡിൽ, അതായത് 2ാം ഗേറ്റ് മുതൽ രാധാ തിയേറ്റർ വരെയുള്ള ഭാഗത്ത് ഇതാ കണ്ടില്ലേ, ഒരു സമൂഹ നോമ്പ് തുറ നടക്കുകയാണ്. ജാതിമത ഭേദമില്ലാതെ, വലിപ്പച്ചെറുപ്പങ്ങളില്ലാതെ, കച്ചവടക്കാരെന്നോ സാധനങ്ങൾ വാങ്ങാനെത്തിയവരെന്നോ ഉള്ള ഭേദമില്ലാതെ, കാഴ്ചക്കാരെന്നോ വഴിപോക്കരെന്നോ ഉള്ള ഭേദമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ഇതാ ഈ മധുരിക്കുന്ന തെരുവിൽ വ്രതവിശുദ്ധിയുടെ പരിസമാപ്തിയായ നോമ്പ് തുറ നടത്തുകയാണ്. എന്തൊരു സ്നേഹവും ഐക്യവുമാണെന്ന് നോക്കൂ. കോഴിക്കോട്ടുകാരെ കുറിച്ച് സാധാരണ പറയാറുള്ളത് അവർ അതിഥി സൽക്കാരപ്രിയരാണ് എന്നാണ്. അതുപോലെ തന്നെ ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കുന്നവരാണ് എന്നാണ്. മറ്റു ജില്ലക്കാർ ഇത് കേട്ട് പരിഭവിക്കേണ്ട. കോഴിക്കോടിനെ രുചിയുടെ നഗരമെന്നാണ് പണ്ടേ ഞങ്ങൾ മാത്രമല്ല അന്യനാട്ടുകാരും വിശേഷിപ്പിക്കാറുള്ളത്. യുനെസ്കോ ഇപ്പോൾ സാഹിത്യ നഗരം എന്ന ബഹുമതിയൊക്കെ നൽകുന്നതിനും മുമ്പ് കോഴിക്കോടൻ രുചിയുടെ വൈവിധ്യമറിഞ്ഞവരൊക്കെ അംഗീകരിച്ചതാണ് രുചി നഗരം എന്ന വിശേഷണം. ഇവിടെ ഇപ്പോൾ ഈ രുചിയെക്കുറിച്ച് പറയുന്നത് ഈ കാഴ്ച കണ്ടിട്ടാണ്. രുചി ഭക്ഷണ പദാർത്ഥത്തിന്റെ പാകം ചെയ്യലിലൂടെ മാത്രമല്ല വരുന്നത്, അത് വിളമ്പുമ്പോൾ കൂടിയാണ്. ഇങ്ങനെ കൂട്ടം ചേർന്നിരുന്ന് കഴിക്കുമ്പോഴാണ് ആ ഒരു കൂട്ടായ്മയുടെ രുചി മധുരമാണ് നിങ്ങൾ ഈ കാണുന്നത്. നോമ്പു തുറയുന്നത് കോഴിക്കോട്ടുകാർക്ക് അങ്ങനെ വെറുമൊരു നാരങ്ങാ വെള്ളത്തിലോ കാരക്കയിലോ മാത്രം തീരുന്ന ഒന്നല്ല. ഇതാ കോഴിക്കോടൻ സമൂസയും തണ്ണിമത്തനും കട്ട്ലറ്റും മുട്ടപ്പത്തിരിയും ഒക്കെയായി ആകെ ഒരു കോഴിക്കോടൻ മുഹബത്ത്. അതാണ് ഈ കാണുന്നത്. കോഴിക്കോട്ടുകാർക്ക് മാത്രമല്ല മിഠായി തെരുവെന്ന വാക്കിൽ സന്തോഷം തോന്നുക, ആ തെരുവിലേക്ക് ഒരിക്കലും എത്തിയിട്ടില്ലാത്തവർക്കും ആ പേരിനോട് എന്തോ ഒരു ഇഷ്ടമാണ്. മലയാളത്തിൽ അത്തരം അധികം വാക്കുകളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല, പ്രത്യേകിച്ചും തെരുവുകളുമായി ബന്ധപ്പെട്ട്. അതായത് എല്ലാവരെയും ആകർഷിക്കുന്ന എന്തെല്ലാമോ ആ പേരിലുണ്ട് എന്ന് ചുരുക്കം. കോഴിക്കോട് എന്ന പൗരാണിക നഗരത്തിന്റെ മുഖമുദ്രയാണ് ഈ തെരുവ്. ഒരു കാലത്ത് പട്ടും മിഠായിയും നിറഞ്ഞതായിരുന്നു. അറബികൾ കാലിക്കുത്തെന്നും യൂറോപ്യന്മാർ കാലിക്കറ്റെന്നും വിളിച്ച ഈ കോഴിക്കോട് നഗരം ചൂടുള്ള ഹൽവയുടെയും വെളിച്ചെണ്ണയിൽ പൊരിയുന്ന നേന്ത്രക്കായ വറുത്തതിന്റെയും ഒക്കെ ഗന്ധം പേറുന്നതായിരുന്നു ഈ പട്ടണത്തിലെ ആദ്യകാല തെരുവുകൾ. വന്നെത്തുന്നവരെയെല്ലാം തന്നോട് ചേർത്ത് പിടിച്ച നഗരം, വരുന്നവർക്കൊന്നും വിട്ടുപോവാനാവാത്ത നഗരം. അതാണ് ഞങ്ങളുടെ ഈ കോഴിക്കോട്. ആരെയും സൽക്കരിക്കാനും ആരോടും മനസ്സു തുറന്നിടപെടാനും നൈസർഗികമായ സിദ്ധിയുള്ള നിവാസികളാണ് ഈ പട്ടണത്തിന്റെ പുണ്യം. കോഴിക്കോട് നഗരമാകെ ബഹുനില കെട്ടിടങ്ങളുമായി വികസിച്ചപ്പോഴും അനേകം പുതിയ വ്യാപാര സ്ഥാപനങ്ങളെ ജനങ്ങൾക്കായി അണിയിച്ചൊരുക്കിയപ്പോഴും ഈ തെരുവിലേക്ക് മാത്രം പൗരാണികത നശിപ്പിച്ചുള്ള ആധുനികതയുടെ പേരിലുള്ള വികൃതങ്ങളായ മുഖം മിനുക്കലുകളൊന്നും ഉണ്ടായില്ല. പണ്ട് വന്നവർക്കെല്ലാം ഇന്നും തിരിച്ചറിയാവുന്ന വിധത്തിൽ തന്റെ പൈതൃകങ്ങളെല്ലാം ഈ തെരുവ് ഇപ്പോഴും സൂക്ഷിക്കുന്നു. ഹൽവയ്ക്കും കായ വറുത്തതിനുമൊപ്പം ഇവിടത്തെ ഹോട്ടലുകളിലെ ദം ബിരിയാണി തേടിയും പണ്ട് മുതലേ ആളുകൾ ഈ തെരുവിലേക്ക് എത്താറുണ്ടായിരുന്നു. തെരുവിന്റെ വടക്കേയറ്റത്ത് മിഠായി തെരുവിന്റെ കഥ പറഞ്ഞ, ഒരു തെരുവിന്റെ കഥ എഴുതിയ എസ്.കെ. പൊറ്റക്കാടിന്റെ മനോഹരമായ പ്രതിമയും അതിനു ചുറ്റും നഗരവാസികൾക്ക് വന്നിരുന്ന് വിശ്രമിക്കാനും സൗഹൃദം പങ്കിടാനും അതിനൊപ്പം കലാപ്രകടനങ്ങൾ നടത്താനും പ്രതിഷേധിക്കാനുമൊക്കെയുള്ള സ്ഥലം. ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ ഇവിടെ പതിവായി നടക്കാറുണ്ട്. സംഗീത പരിപാടികളും പുസ്തക പ്രകാശനവും സാഹിത്യ ചർച്ചയും പരിസ്ഥിതി ദിനാചരണവും എന്ന് വേണ്ട പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഒന്നും ഈ തെരുവിന് ഒട്ടും അന്യമല്ല. എസ്.കെ. പൊറ്റക്കാട് സ്ക്വയറിലെ ചുമർ ചിത്രങ്ങളിൽ എസ്.കെയുടെ കഥാപാത്രങ്ങൾ നിറഞ്ഞാടുന്നു. കോഴിക്കോട് നഗരത്തിൽ കടകളുടെ സാന്ദ്രത ഏറ്റവും കൂടിയ ഇടമാണ് മിഠായി തെരുവ്. നഗരത്തിലെ നൂറ്റാണ്ടിലധികം പഴക്കമുള്ള തുണിക്കടകളും ബേക്കറികളും ഈ തെരുവിന്റെ മാത്രം സ്വന്തമാണ്. പുതുമയുടെയും പഴമയുടെയും സംഗമഭൂമിയായ ഇവിടെ പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾ വരെ കാണാനാവും. ഭക്ഷണം കഴിച്ചും ഉടുത്തൊരുങ്ങിയും മിനുങ്ങാവുന്ന മറ്റൊരു തെരുവ് കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ജില്ലയ്ക്കകത്തുള്ള ഉപഭോക്താക്കൾക്ക് മാത്രമായി തുറന്നു വയ്ക്കപ്പെടുന്നവയല്ല ഇവിടുത്തെ കടകൾ. തൊട്ടടുത്ത ജില്ലക്കാരും ഒപ്പം അന്യനാട്ടിൽ നിന്നെത്തുന്ന സന്ദർശകരും പുതിയ ഫാഷനും പുത്തൻ ട്രെൻഡിലുള്ള ഡിസൈനുകളും തേടി മിഠായി തെരുവിലേക്കാണ് ഒഴുകിയെത്താറുള്ളത്. ഓണം, വിഷു, ചെറിയ പെരുന്നാൾ, ക്രിസ്മസ്, ബക്രീദ് എന്ന് വേണ്ട എല്ലാ ആഘോഷ ദിനങ്ങളിലും പൂരപ്പറമ്പ് പോലെ ഈ തെരുവ് ജനനിമിടമാകും. അവരുടെ ആർപ്പുവിളികളാൽ തെരുവിന്റെ ഓരോ അണുവും രോമാഞ്ചം കൊള്ളും. ആരിലും ഗൃഹാതുരത്വം നിറയ്ക്കുന്ന മിഠായി തെരുവ് എന്ന പേര് മിഠായി തെരുവ് സ്വന്തമാക്കുന്നത് ഇന്ത്യ ബ്രിട്ടീഷ് കോളനിയായിരുന്ന കാലത്താണ്. അന്ന് മിഠായി തെരുവിൽ പ്രധാന കച്ചവടം അലുവയായിരുന്നു.
ഹലുവ ഉണ്ടാക്കാൻ മാത്രമായി തെരുവിൽ നിന്ന് 1 കിലോമീറ്റർ മാറി അലുവ ബസാറും അന്ന് നിലനിന്നിരുന്നു. ഇറച്ചി കടിച്ചു പറിക്കുന്നത് പോലെ ശ്രമപ്പെട്ടു വേണം നന്നായി പാകമായ ഹൽവ ഭക്ഷിക്കാൻ. ആദ്യമായി ഹൽവ തിന്ന ഏതോ ഒരു സായിപ്പായിരുന്നു ഇതിനെ മധുരമുള്ള ഇറച്ചി എന്നർത്ഥം വരുന്ന സ്വീറ്റ് മീറ്റ് എന്ന് വിശേഷിപ്പിച്ചത്. അങ്ങനെ മധുരമുള്ള ഇറച്ചി വിൽക്കുന്ന തെരുവ് സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റായി. കാലാന്തരത്തിൽ വാക്കുകൾ ലോപിച്ചപ്പോൾ ഇന്നത്തെ SM സ്ട്രീറ്റായി. അത് മലയാളീകരിച്ചപ്പോൾ അതിനേക്കാൾ മാധുര്യമൂറുന്ന മിഠായി തെരുവ് എന്ന പേരുമായി. ഹൽവയുടെയും ബിരിയാണിയുടെയും വായിൽ വെള്ളമൂറുന്ന ഗന്ധത്തിനൊപ്പം പുതുവസ്ത്രങ്ങളുടെയും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ മനം മയക്കുന്ന മൊഞ്ചും ഇതൊക്കെ ആവോളം ശ്വസിച്ച് ഇപ്പോഴിതാ ഈ നോമ്പുതുറയുടെ മധുരവും. മിഠായി തെരുവിന്റെ ഐശ്വര്യവുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യമുണ്ട്. അതുകൂടി ഒന്ന് കേൾക്കണം. സാമൂതിരിയുടെ കാലത്തെ കഥയാണത്. രാജാവിന് തോളിനൊരു വേദന. നാട്ടിലുള്ള വൈദ്യന്മാരെല്ലാം എത്തി ചികിത്സിച്ചിട്ടും വേദനയ്ക്ക് ശമനമുണ്ടായില്ല. ഒടുവിലെത്തിയ വൈദ്യനായിരുന്നു വേദനയുള്ള വലതു തോളിൽ തുണി നനച്ചിടാൻ നിർദ്ദേശിച്ചത്. സാമൂതിരി രാജാവിനെ അലട്ടിയ വേദന അതോടെ മാറി. എങ്കിലും നാട്ടിൽ പല വിധത്തിലുള്ള അനർത്ഥങ്ങളും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്രേ. മന്ത്രങ്ങളും തന്ത്രങ്ങളും പരിഹാരക്രിയകളുമെല്ലാം മുറക്കി നടന്നെങ്കിലും പ്രശ്നത്തിന് പ്രതിവിധിയുണ്ടായില്ല. ഒടുവിൽ പ്രധാനമന്ത്രിയായിരുന്ന മങ്ങാട്ടച്ചനായിരുന്നു സാമൂതിരിയുടെ വലതു ചുമലിലിരുന്ന ഭാഗ്യദേവത പടിയിറങ്ങിപ്പോയതിനാലാണ് അനർത്ഥങ്ങളെല്ലാം ഉണ്ടായത് എന്ന് കണ്ടെത്തിയത്. നനഞ്ഞ തുണി ചുമലിലിട്ടതോടെ ഭാഗ്യദേവത കൊട്ടാരം ഉപേക്ഷിക്കുകയായിരുന്നു അത്രേ. ഭാഗ്യദേവതയെ തിരിച്ചെത്തിക്കാനായി മങ്ങാട്ടച്ചൻ കൊട്ടാരം വിട്ടോടി. ഒടുവിൽ മിഠായി തെരുവിൽ നിൽക്കുകയായിരുന്ന ദേവതയെ തിരിച്ചു വിളിച്ചെങ്കിലും ഇറങ്ങിപ്പോന്നിടത്തേക്ക് താൻ തിരിച്ചു വരില്ല എന്ന് ഭാഗ്യദേവത തീർത്തു പറഞ്ഞത്രേ. ധർമ്മസങ്കടത്തിലായ മങ്ങാട്ടച്ചൻ താൻ രാജാവിനെ ഈ വിവരം ധരിപ്പിച്ച് തിരിച്ചെത്തുവോളം നിന്നിടത്തു തന്നെ നിൽക്കണമെന്ന ഉറപ്പും വാങ്ങി മടങ്ങി. ഭാഗ്യദേവതയെ അവിടെ തന്നെ കാലാകാലം നിർത്താൻ മങ്ങാട്ടച്ചൻ ആത്മഹത്യ ചെയ്തു എന്നാണ് ഐതിഹ്യം. മങ്ങാട്ടച്ചൻ തിരിച്ചു വരുന്നതും കാത്ത് ഭാഗ്യദേവത ഈ മിഠായി തെരുവിൽ ഇപ്പോഴും നിൽപ്പുണ്ട് എന്നും അതാണ് ഈ തെരുവിന്റെ ഐശ്വര്യത്തിന് കാരണമെന്നുമാണ് പഴമക്കാർ വിശ്വസിക്കുന്നത്. മിഠായി തെരുവിന്റെ ചരിത്രം പറഞ്ഞു തുടങ്ങിയാൽ പെട്ടെന്നൊന്നും നമുക്ക് തീർക്കാനാവില്ല. തൽക്കാലം ഇത്രയും മാത്രം. ഇതാ ഈ സമൂഹ നോമ്പ് തുറയെക്കുറിച്ച് ഇതിന്റെ സംഘാടകർ ഇവിടെയുണ്ട്. അവരെ കൂടി കണ്ടിട്ട് നമുക്ക് സൈൻ ഓഫ് ചെയ്യാം. നന്ദി, നമസ്കാരം. വാർഷികമായ നോമ്പുതുറ സമൂഹ നോമ്പുതുറയാണ് ഇന്ന് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എല്ലാവരെയും ക്ഷണിച്ചിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. എല്ലാവർക്കും സ്വാഗതം ചെയ്യും. നമ്മുടെ ബാക്കിയുള്ള ആളത് നമ്മളെ പൗരസമിതിന്റെ പ്രസിഡന്റാണ്, ചന്ദ്രാട്ടനാണ്. പിന്നെ സുൽഫിക്കർ, അക്ബർ, ഇർഷാദ് അലി, നാജിബായി എല്ലാവരും ഉണ്ട്. നമ്മളിവിടെ ഉണ്ടാവുന്നതാണ്. ഇവിടെ എല്ലാ പ്രാവശ്യവും പായസം വിതരണം ചെയ്യാറുണ്ട്. പിന്നെ കോട്ട് റോഡിലെ ഏറ്റവും വലിയൊരു നോമ്പുതുറയാണ്, സമൂഹ നോമ്പുതുറയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇവിടുത്തെ ഹിന്ദു, മുസൽമാനും ക്രിസ്ത്യാനിയും പാർസിയും ഒക്കെ ഒരുപോലെ ഈ സമൂഹ നോമ്പുറയിൽ പങ്കെടുക്കുകയാണ്. ഇന്ന് ഒരു മാതൃകാപരമായുള്ള ഒരു നോമ്പുറയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ വ്യാപാരികൾക്ക് പ്രത്യേകം ഈ നോമ്പുറ സംഘടിപ്പിച്ചതിന് അഭിനന്ദനം അറിയിക്കുക. കമ്മിറ്റിക്കും പ്രത്യേകമായി ആശംസകൾ അർപ്പിക്കും. ഈ നോമ്പുതുറ 10ാമത്തെ വർഷമാണ്. ജാതി ഭേദമില്ലാതെ എല്ലാവരും കൂടി പങ്കെടുത്ത് എല്ലാ വ്യാപാരികളും കൂട്ടായ്മയോടുകൂടി നോമ്പ് തുറക്കുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. അതിന് എല്ലാവിധ ആശംസകളും കലാകൗമുദിക്ക്.
ഓക്കെയാണ്